ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഇലക്ട്രിക് വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വളരെയധികം എക്സ്പെൻസീവ് ആണ്. നമുക്ക് ഏറ്റവും എൻട്രി ലെവൽ ഇലക്ട്രിക് വണ്ടി വാങ്ങുക പറഞ്ഞാൽ തന്നെ ഇപ്പോൾ കിട്ടുന്ന MG Comet ആണ്. അതിന് മുകളിൽ ടാറ്റ ടിയാഗോ ഒക്കെ ഉണ്ട്. ആക്ച്വലി ടിയാഗോ ആണ് ആദ്യം വന്നത്, അതിന് ശേഷമാണ് MG Comet വന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ പഞ്ച് EV ഉണ്ട്, ടിഗോർ EV ഉണ്ട്, അതുപോലെ തന്നെ നെക്സോൺ EV, കർവ് EV, പിന്നെ വേറെ കമ്പനികളുടെ വാഹനങ്ങളുണ്ട്. അതായത് നമ്മുടെ MGയുടെ ZS EV അവൈലബിൾ ആണ്, പിന്നെ BYDയുടെ വണ്ടികളുണ്ട്. അങ്ങനെ കുറേ ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പൊതുവേ ഇവരുടെ തന്നെ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ പവർഡ് വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രിക് വാഹനത്തിൻ്റെയൊക്കെ വില വളരെ കൂടുതലായിരിക്കും. ഇപ്പം എന്തായാലും ടാറ്റ ആ കാര്യത്തിലൊരു വ്യത്യാസം കൊണ്ടുവന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ഉള്ള വണ്ടികളുടെ അതേ വിലയിൽ ഇപ്പോഴും താഴേക്ക് വന്നിട്ടില്ല. പക്ഷെ എന്നാലും കർവ് ഇറങ്ങിയതുകൊണ്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ഫെസ്റ്റിവൽ സീസണായിട്ട് ഓഫേഴ്സൊക്കെ ബാക്കി കമ്പനികൾ കൊടുക്കുന്നതുകൊണ്ടും ടാറ്റ അവരുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രൈസ് സിഗ്നിഫിക്കൻ്റ്ലി കുറച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഏറ്റവും മെയിനായിട്ട് കുറച്ചിരിക്കുന്ന നെക്സോൺ EVയിലാണ്. അത് കഴിഞ്ഞിട്ട് പഞ്ച് EV, പിന്നെ നമ്മുടെ ടിയാഗോ EVയിലൊക്കെ ചെറിയ രീതിയിലുള്ള ഓഫേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഓഫേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിപ്പോൾ അവർ പ്രൈസ് തന്നെ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പണ്ട് നമ്മുടെ 2023 അവസാനിക്കുന്ന സമയത്ത് ജിമ്മിയിലൊക്കെ ഒരു പ്രൈസ് കട്ട് ഉണ്ടല്ലേ, ഏകദേശം അതുപോലത്തെ പരിപാടിയാണ് ടാറ്റ ഇപ്പോൾ ഇതുവഴി പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 31 വരെ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് പോയിന്റ് വണ്ടി കിട്ടുക. അത് കഴിഞ്ഞാൽ വീണ്ടും കൂടും. പക്ഷേ വീണ്ടും കൂടും എന്ന് പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഓഫേഴ്സ് വന്ന ഈ ഒരു പ്രൈസ് പോയിന്റിലേക്ക് ആക്കുമായിരിക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രൈസ് കട്ട് കാണാൻ പറ്റാത്തത് കർവിലും ടിഗോർ EVയിലും ആണ്. ടിഗോർ EV പിന്നെ അവർ അല്ലാണ്ട് തന്നെ ഇഷ്ടംപോലെ ഡിസ്കൗണ്ട്സ് കൊടുക്കുന്നുണ്ട്. അതിന് സെയിൽ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. കർവ് EV പിന്നെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് അതിനെങ്ങനെ പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നെക്സോണിൽ ഇത്രയും വലിയ രീതിയിൽ അവർ വില കുറയ്ക്കാനുള്ള കാര്യവും കർവ് EV തന്നെയാണ്. കാരണം ആ വണ്ടി ഇറക്കിയപ്പം കറക്റ്റ് നമ്മുടെ നെക്സോൺ EV ആയിട്ട് ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് പോയിന്റിലാണ് വന്നത്. അങ്ങനെ നോക്കിയ സമയത്ത് ടാറ്റയ്ക്ക് തന്നെ മനസ്സിലായി ഈ പ്രൈസ് പോയിന്റിൽ നെക്സോൺ EV വെച്ചുകൊണ്ടിരുന്ന പണി കിട്ടുമെന്ന്. അങ്ങനെ അവർ കുറേ ഡിസ്കൗണ്ട്സ് ഒക്കെ ആദ്യം കൊടുക്കുന്നുണ്ടായിരുന്നു, 2-3 ലക്ഷം രൂപ വരെയൊക്കെ. ഇപ്പോൾ അത് അവർ പ്രൈസായിട്ട് ആസച്ച് അങ്ങ് കുറച്ചൊന്നേ ഉള്ളൂ. ഇനി ഇതിൽ പ്രൈസായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം നെക്സോൺ EVന്ന് സ്റ്റാർട്ട് ചെയ്യാം, കാരണം അതിലാണ് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് വന്നിരിക്കുന്നത്. 14.49 to 19.29 ലാക്സ് വരെ ആയിരുന്നു നെക്സോൺ EVയുടെ ആദ്യത്തെ പ്രൈസ്. എന്ന് വെച്ചാൽ ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷമുള്ള നമ്മുടെ മീഡിയം റേഞ്ചും ലോങ് റേഞ്ചിൻ്റെ പ്രൈസാണത്. പക്ഷേ ഇപ്പം 3 ലക്ഷം രൂപയോളം ഡിസ്കൗണ്ടിന് ശേഷം 12.49 lakhs to 16.29 lakhs വരെയാണ് ഇതിൻ്റെ പ്രൈസ് പോകുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം 2020 നമ്മുടെ നെക്സോൺ EV ഇറങ്ങിയ സമയത്തുള്ള ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിംഗ് ആണെന്ന് പറയും. ആ സമയത്ത് 11.99, 12.99 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നത്. അതിനേക്കാളും കുറച്ചുകൂടെ കുറവാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം നെക്സോൺ EVയിൽ തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് കാണാൻ പറ്റിയിരിക്കുന്നത്. ഒരു മേജർ ഫേസ് ലിഫ്റ്റ് വന്നു, പിന്നെ ബാറ്ററിയുടെ ഒപ്റ്റിമൈസേഷൻ, അതുപോലെ പവറിൻ്റെ ഒരു കൺസിസ്റ്റൻസി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ടാറ്റ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ടിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സോ ഈ പ്രൈസ് വളരെ ഇംപ്രസീവ് ആണ് എന്ന് പറയാം. ഈ സ്റ്റാർട്ടിങ് 12.49 കാണിക്കുന്നത് ഇതിൻ്റെ 30.5 kWh ബാറ്ററി പാക്ക് വെച്ച് വരുന്ന മോഡലിൻ്റെ ആണ്. എന്തായാലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രൈസിംഗ് ആണ് നെക്സോൺ EVയിൽ വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് പഞ്ച് EVയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും 1.2 lakhs വരെയുള്ള പ്രൈസ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ബേസ് മോഡൽ 1 lakhിന് അടുത്ത് ഡിഫറൻസേ ഉള്ളൂ. 10.99 ആയിരുന്നു ആദ്യം, അതിപ്പോൾ 9.99 lakhs ആക്കി. നേരത്തെ 14.99 ആയിരുന്നത് ഇപ്പോൾ 13.79 lakhs ആക്കിയിട്ടുണ്ട്. ടോപ്പ് എൻഡിൽ 1.2 lakhs വരെയുള്ള ഡിസ്കൗണ്ട് ആണ് അവർ കൊടുക്കുന്നത്. അതും വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ആണെന്ന് പറയും. കാരണം പഞ്ച് EVയുടെ ലോങ് റേഞ്ച് മോഡൽ നമുക്ക് 35 kWh ബാറ്ററി പാക്ക് ആണ് വരുന്നത്. ആ 35 kWh ബാറ്ററി പാക്ക് നെക്സോൺ EVയുടെ മീഡിയം റേഞ്ചിനേക്കാൾ 5 kWh സൈസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റിയൽ ലൈഫ് റേഞ്ചിൻ്റെ കാര്യത്തിൽ വലിയ പേടിയൊന്നും ഇല്ലാതെ തന്നെ ഇത് ഉപയോഗിക്കാം. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള റേഞ്ച്, ഒരു 250 to 300 അടുത്തൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് അതിന് റേഞ്ച് കിട്ടും. ഇനി അതിനുശേഷം ടിയാഗോയിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് ആദ്യം 7.99 lakhs to 11.39 lakhs വരെ ആയിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 7.99 lakhs to 10.99 lakhs വരെ ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് 40,000 റുപ്പീസിൻ്റെ അടുത്തുള്ള ഒരു പ്രൈസ് ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അതിപ്പോൾ ഈ വണ്ടിയിൽ അവർക്ക് ഓൾറെഡി ഒരുപാട് കുറയ്ക്കാൻ പറ്റില്ല, കാരണം അത്യാവശ്യം പ്രൈസ് കുറച്ചാണ് ഇവർ ഇനീഷ്യലി ലോഞ്ച് ചെയ്ത് തന്നെ. ഈ ബാറ്ററിയുടെയൊക്കെ പ്രൈസ് കുറയുന്നതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് ഏറ്റവും ആദ്യം കാണാൻ പറ്റിയൊരു വണ്ടിയും ടിയാഗോ EV ആയിരുന്നു. കാരണം അത്യാവശ്യം ഒരു ഡിഫറൻസ് വന്നു തുടങ്ങിയായിരുന്നു. അത്രയും കാലം EVs ഒക്കെ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോഴാണ് ടാറ്റ 7.99 lakhs സ്റ്റാർട്ടിംഗ് പ്രൈസിൽ ടിയാഗോ EV കൊണ്ടുവന്നത്. അതിന് മീഡിയം റേഞ്ച് ആണ്, 19.2 kWh ബാറ്ററി പാക്ക് ഒക്കെ ഉള്ളൂ. വലിയ റേഞ്ച് ഒന്നും പ്രതീക്ഷിക്കരുത്. 150 താഴെ തന്നെ റേഞ്ച് ഉള്ളൂ റിയൽ ലൈഫിൽ. പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു ഇംപ്രസീവ് സ്റ്റാർട്ടിംഗ് പ്രൈസിലുള്ള EV ആദ്യമായിട്ടാണ് വരുന്നത്. അതിനുശേഷമാണ് പിന്നെ MG Comet ഒക്കെ വന്നത്. പക്ഷേ കൊമറ്റിനേക്കാൾ കൂടുതൽ സെയിൽസ് ഉള്ളതും ടിയാഗോ EVക്കാണ്. ടോപ്പിൻ്റെ എടുക്കുകയാണെങ്കിൽ 24 kWh ബാറ്ററി പാക്ക് ഒക്കെ അതിനകത്ത് കിട്ടും. ആൾക്കാരൊരു ഫസ്റ്റ് ട്രൈ എന്നുള്ള രീതിയിൽ EV കൺസിഡർ ചെയ്യുന്നതും ഒരു പരിധി വരെ ടിയാഗോ EV ആണ് എന്ന് പറയാം. കാരണം ഒരുപാട് ബഡ്ജറ്റ് ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്കൊരു ഇലക്ട്രിക് വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം ഡീസൻറ്റ് സിറ്റി യൂസിനൊക്കെ പോവുകയാണെങ്കിൽ എടുക്കാം. ആവശ്യത്തിന് റേഞ്ച് ഉണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജിങ്, DC ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. കൊമറ്റ് EVയിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇല്ല, അതൊരു ചെറിയ പ്രശ്നമാണ്.
ഇതൊക്കെ ഓക്കെ, പക്ഷേ ഇതിനൊക്കെ പുറമെ ടാറ്റ ഇപ്പോൾ ഇവരുടെ റേഞ്ചിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് മീൻസ് റേഞ്ച് കൂട്ടിയെന്നല്ല, ഇത്രയും കാലമുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാനുഫാക്ചറേഴ്സിൻ്റെ ഒഫീഷ്യൽ ക്ലെയിംഡ് നമ്പേഴ്സ് കിട്ടും. മാനുഫാക്ചറേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ARA ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ MIDC ടെസ്റ്റ് സൈക്കിളായിരിക്കും. ഇതിൻ്റെ അകത്ത് വരുന്ന റേഞ്ച് ഫിഗേഴ്സൊക്കെ ഭയങ്കര കോമഡിയാണ്. നമുക്ക് അതിൻ്റെ പകുതിയൊക്കെ ഓൾമോസ്റ്റ് കിട്ടുള്ളൂ. ഇതിന് മുന്നേ അവർ ക്ലെയിം ചെയ്തിരുന്ന നമ്പേഴ്സൊക്കെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം. ഇപ്പോൾ അതിൻ്റെ തന്നെ അർബൻ പ്ലസ് എക്സ്ട്രാ അർബൻ എന്ന് പറഞ്ഞ ഒരു പുതിയൊരു സെറ്റിംഗുള്ള MIDCയുടെ തന്നെ ടെസ്റ്റിംഗ് സൈക്കിൾ വന്നിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന വണ്ടികളിലേക്ക് റേഞ്ച് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ടാറ്റ തന്നെ C75 എന്ന് പറയുന്ന അവരുടെ 75% കസ്റ്റമേഴ്സിന് കിട്ടുന്ന ഒരു നോർമൽ റിയൽ ലൈഫിലുള്ള റേഞ്ചും അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏകദേശം നമുക്ക് റിയൽ ലൈഫിൽ എത്രയൊക്കെ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാവുന്നുള്ളൂ. ഇപ്പോൾ ഇതിൽ തന്നെ നോക്കുകയാണെങ്കിൽ കർവ് EVയുടെ 55 കിലോവാട്ട് ബാറ്ററി പാക്കുള്ള മോഡൽ, അതാണ് നമുക്ക് ടാറ്റയുടെ തന്നെ ലൈനപ്പിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും ഭയങ്കര കപ്പാസിറ്റിയുള്ള ബാറ്ററി പാക്ക്. അതിന് 400 to 425 കിലോമീറ്റേഴ്സ് ആണ് അവർ പറയുന്നത്. അതുപോലെ കർവിൻ്റെ തന്നെ 45 കിലോവാട്ട് മോഡൽ 330 to 350 കിലോമീറ്റേഴ്സ് ആണ് പറയുന്നത്. പിന്നെ നമ്മുടെ നെക്സോൺ EVയുടെ 290 to 310 ആണ് ലോങ് റേഞ്ച് മോഡൽ. മീഡിയം റേഞ്ച് ആണെങ്കിൽ 210 to 230 ആണ് പറയുന്നത്. പിന്നെ നമ്മുടെ പഞ്ച് EV ആണെങ്കിൽ 35 കിലോവാട്ട് മോഡലിന് 270 to 290 വരെ പറയുന്നുണ്ട്. 25 ആണെങ്കിൽ 190 to 210 ആണ് പറയുന്നത്. ടിയാഗോ ഇവിടെ 24ന് 190 to 210ഉം നമ്മുടെ മീഡിയം റേഞ്ച് 19.2 വരുന്നതിന് 150 to 160 റേഞ്ചുമാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം റിയൽ ലൈഫിൽ വണ്ടി എന്തോരം ഓടും എന്നുള്ളത് മനസ്സിലാക്കാം. അല്ലാണ്ട് മറ്റത് ഇപ്പോൾ 585 എന്നൊക്കെ പറഞ്ഞ് ഒരു ക്ലെയിം ചെയ്താൽ തന്നെ നമുക്ക് അതിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് കാണാൻ പറ്റും. ഇതിലും തന്നെ നിങ്ങൾ ഓടിക്കുന്ന സ്റ്റൈലൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് കുറച്ചൊക്കെ താഴേക്ക് പോകും കേട്ടോ. ഒരുപാടൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ടൊക്കെ ആക്സലറേറ്റ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ റേഞ്ച് കുറയും. അതുപോലെ ഭയങ്കര ഹൈ സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിലും ഇലക്ട്രിക് വാഹനങ്ങളുടെ റേഞ്ച് പെട്ടെന്ന് കുറയും. പൊതുവേ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മൈലേജ്, അതായത് മാക്സിമം റേഞ്ച് കിട്ടുന്നത് നമ്മൾ ഈ സിറ്റി കൂടെ ടൗണിൽ കൂടെ ഒക്കെ ഓടിക്കുമ്പോഴാണ്. ഹൈവേസിലൂടെ നിങ്ങളിപ്പോൾ 100+ ഒക്കെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെ വലിയ രീതിയിലുള്ള റേഞ്ച് നമുക്ക് കിട്ടില്ല. ഈ പെട്രോൾ ഡീസൽ വണ്ടികളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നേരെ തിരിച്ചാണ് EVസിൻ്റെ ഒരു പരിപാടി സാധാരണ നടക്കാറുള്ളത്. അതായത് നമുക്ക് ആ ബാറ്ററിയുടെ എഫിഷ്യൻസിയാണ് അവിടെ കാണിക്കുന്നത്. എൻജിൻസ് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആണ് ആ കാര്യത്തിൽ നമ്മൾ ഹൈ സ്പീഡ് റൺ ചെയ്യുകയാണെങ്കിൽ. എന്നാലും EVയുടെ റണ്ണിങ് കോസ്റ്റൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങളിപ്പോൾ വീട്ടിൽ തന്നെ ചാർജ് ചെയ്താണ് ഒരു ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സോളാറും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലവേ ഇല്ല, ഫ്രീ ഓഫ് കോസ്റ്റിൽ റൺ ചെയ്യുന്നതെന്ന് പറയും. ഇനി അതല്ല, സോളാറൊന്നും ഇല്ല, നമ്മുടെ സാധാരണ KCB എന്നുള്ള കറണ്ടാണ് എടുക്കുന്നതെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള റണ്ണിങ് കോസ്റ്റ് ഒരു 1 അല്ലെങ്കിൽ മാക്സിമം ഇപ്പോൾ 2 rupees per kilometer ഒക്കെ റണ്ണിങ് കോസ്റ്റ് വരുന്ന രീതിയിൽ ഓടിക്കാൻ പറ്റും. അതൊക്കെ പെട്രോൾ വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിഗ്നിഫിക്കൻ്റ് കുറവാണ്. 7-8 rupeesനടുത്തൊക്കെ ഈസി ആയിട്ട് പെട്രോൾ വണ്ടികൾക്ക് വരും. ആക്ച്വലി അതിൽ കൂടുതൽ വരും, 10-അടുത്ത് വരും. ഡീസലാണെങ്കിൽ നമുക്കൊരു 6-7 റേഞ്ചിലൊക്കെ വരും. ഈവൻ CNG പോലും 4-5 റേഞ്ചിലൊക്കെ ഇപ്പോഴത്തെ ഒരു CNGയുടെ പ്രൈസ് വെച്ച് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇലക്ട്രിക് വണ്ടികൾ എഫിഷ്യൻ്റ് ആണ്. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ ഉള്ള ഇതിൻ്റെ ബാറ്ററിയുടെയൊക്കെ കണ്ടീഷൻ ആലോചിച്ചാണ് ആൾക്കാർക്ക് പിന്നെയും പേടി വരുന്നത്. പിന്നെ ടാറ്റ ഈ അടുത്ത് ഇറക്കിയിരിക്കുന്ന മിക്ക വാഹനങ്ങളിലും ഫേസ് ലിഫ്റ്റ് വേർഷൻസ് നല്ലതാണെങ്കിലും അതിൻ്റെ അകത്ത് ഒരുപാട് ഇലക്ട്രോണിക് ഗ്ലിച്ചുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ സ്ക്രീൻ ഇടയ്ക്ക് ഓഫായി പോവുക, അതുപോലെ സ്ക്രീൻ ഫ്രീസ് ആയി പോവുക, വണ്ടി പിന്നെയും പഴയ നമ്മുടെ ഒരു ഡ്രൈവ് ടു ന്യൂട്രലിലേക്ക് പോകുന്ന, അതായത് ബേസിക്കലി എൻ്റെ ഗിയർ സെലക്ടർ നോബ് മാറില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറേ പേര് മീൻസ് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇവരുടെ പുതിയ സ്ക്രീനിൻ്റെ പ്രശ്നമാണ്. അത് മിക്ക ആൾക്കാരും കംപ്ലയിൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കുറച്ച് കാലത്തിനുള്ളിൽ അവർ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ റിസോൾവ് ചെയ്യും എന്ന് നമുക്ക് വിചാരിക്കാം. ഇപ്പം മാർക്കറ്റിൽ വാങ്ങാൻ പറ്റുന്നതിൽ അത്യാവശ്യം നല്ല പ്രൈസ് പോയിന്റ് വരുന്ന EVസും ടാറ്റയുടെ തന്നെയാണ്. കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് യുണ്ടായുടെയും കിയയുടെയും MGയുടെയും അതുപോലെ BYDയുടെ ഒക്കെ കിട്ടും. പക്ഷെ എന്നാലും ഒരു അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങണമെങ്കിൽ ടാറ്റയാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് നിൽക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് ടാറ്റയുടെ പുതിയ ഇലക്ട്രിക് വാഹനങ്ങളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.